ഉറക്കം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നറിയാമോ? ശരിക്കും ഉറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം നഷ്ടപ്പെടുക. അതായത് ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട, പലരും പല കാര്യങ്ങളാണ് വിചാരിക്കുന്നത് ലൈഫിലെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. ഇപ്പോൾ അവർ വിചാരിക്കും വെള്ളം കുടിക്കുന്നതാണ്, ആഹാരം കഴിക്കുന്നതാണ്, ഇതൊക്കെ. അതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എക്സസൈസ് ചെയ്യുന്നതാണ്. പക്ഷെ ഇതിലെല്ലാത്തിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഉറക്കമാണ്. ഉറക്കം നഷ്ടപ്പെട്ടാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അത് ഏത് ജെൻഡർ ആണെങ്കിൽ പോലും അത് അവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും, ഈവൻ നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ് പോലും നമ്മുടെ ശരീരത്തിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തില്ല. നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രീഷൻ വാല്യൂ പോലും നമ്മുടെ ശരീരത്തിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതെ വരും. അപ്പോൾ ഉറങ്ങാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാവും, ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവും, നമുക്ക് ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും, ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാവും, നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, അങ്ങനെ എക്സെട്ര ലോട്ട് ഓഫ് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഡയറ്റിലോ അല്ലെങ്കിൽ നമ്മൾ വർക്കൗട്ടിലോ അല്ല. ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഉറക്കത്തിനാണ്. ശരിക്കും സ്റ്റഡീസ് പറയുന്നത് 1 മണിക്കൂർ ഉറക്കം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 4 ദിവസത്തെ ഉറക്കം വേണം ആ 1 മണിക്കൂർ ഉറക്കം തിരിച്ചു പിടിക്കാനാണ്. അതുകൊണ്ട് എല്ലാവരും നന്നായി ഉറങ്ങുക, ഹെൽത്തി ആയിട്ടിരിക്കുക.